നമസ്കാരം. ഫങ്ഷൻസ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ വിവിധ ഫങ്ഷനുകളുടെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ കൂടി നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 3. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം, റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ആണ്. എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കുറഞ്ഞാൽ, എക്സ് ലെസ് ദാൻ 3 ആയാൽ, ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 3 എന്താ സംഭവിക്കുക? എക്സ് 3യേക്കാൾ കുറവാണെങ്കിൽ എക്സ് മൈനസ് 3 എന്ന് പറയുമ്പോൾ 3യേക്കാൾ കുറഞ്ഞ നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആവും. എക്സ് മൈനസ് 3 ഒരു നെഗറ്റീവ് നമ്പറായി മാറും അല്ലേ? ഇഫ് എക്സ് ലെസ് ദാൻ 3 വി ഹാവ് എക്സ് മൈനസ് 3 ഈസ് നെഗറ്റീവ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ, അത് ഡിഫൈൻഡ് ആവില്ല. ആക്ച്വലി ഡിഫൈൻഡ് ആവില്ല എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നെഗറ്റീവ് നമ്പറിന് റൂട്ടില്ല, അതുകൊണ്ട് ഡിഫൈൻഡ് അല്ല എന്നാണ്. പക്ഷേ ഈ വർഷം അതിന് വ്യത്യാസമുണ്ട്, നമ്മളത് പഠിച്ചിട്ടില്ല. നമ്മൾ പിന്നീട് പഠിക്കും. എന്താണ് നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ടുകൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ എന്നൊക്കെ പേര് പറയും, ഇമാജിനറി നമ്പർ എന്നൊക്കെ പേര് പറയും. അത് പിന്നീട് പഠിക്കുകയുള്ളൂ. എന്തായാലും ഇതൊരു റിയൽ നമ്പർ അല്ല, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് റിയൽ നമ്പർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എഫ് എക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനിപ്പോൾ കഴിയില്ല. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 നോട്ട് ഡിഫൈൻ. അപ്പോൾ എഫ് എക്സ് എപ്പോഴാണ് ഡിഫൈൻഡ് ആവുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ മാത്രമേ എഫ് എക്സ് ഡിഫൈൻഡ് ആവുള്ളൂ. എഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഓൺലി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ഗ്രേറ്റർ ദാൻ 3യോ ഈക്വൽ ടു 3യോ ആകുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടുള്ള വാല്യൂസിന് മാത്രമേ ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് 3യോ അല്ലെങ്കിൽ 3യേക്കാൾ കൂടുതലോ ആണെങ്കിൽ എഫ് എക്സ് ഡിഫൈൻഡ് ആണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ് 12 ആണെങ്കിൽ എഫ് എക്സ് റൂട്ട് ഓഫ് 12 മൈനസ് 3 റൂട്ട് 9 എന്ന് കിട്ടും, 3 ഡിഫൈൻഡ് ആണ്. എക്സ് 4 ആണെങ്കിൽ 4 മൈനസ് 3 1 ആണ്, ഡിഫൈൻഡ് ആണ്. 3യേക്കാൾ വലുതായിട്ടുള്ള ഏത് നമ്പർ എടുത്താലും, 3 എടുത്താലും ഓക്കെ, 3 എടുത്താൽ 3 മൈനസ് 3 വരും, 0 വരും, 3യുടെ ഇമേജായി 0 വരും. അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ക്ക് മാത്രമേ എഫ് എക്സ് ഡിഫൈൻഡ് ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 3 മുതൽ അങ്ങോട്ട് 3യേക്കാൾ വലുതായിട്ടുള്ള വാല്യൂസ്, അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും: ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി. 3 ഇൻഫിനിറ്റി മുതൽ എന്ന് പറഞ്ഞാൽ 3 മുതൽ ഇൻഫിനിറ്റി വരെ എന്നാണ്. 3യിൽ തുടങ്ങി ഇൻഫിനിറ്റി വരെ, 3 മുതൽ റൈറ്റ് സൈഡിലേക്ക് അങ്ങ് പോകും, ഇൻഫിനിറ്റി വരെ പോകും. 3യും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഡൊമൈൻ. ഇനി റേഞ്ച് കാണാൻ, എക്സ് 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും ചെറിയ വാല്യൂ 3 എക്സിന് 3 കൊടുത്താൽ എന്താ സംഭവിക്കുക? എഫ് റേഞ്ച് എന്ന് പറയുന്നത് എഫ് എക്സിൻ്റെ വാല്യൂസ് ആണല്ലോ റേഞ്ച്. എക്സിന് 3 കൊടുത്താൽ എന്താ സംഭവിക്കുക? 3 കൊടുത്താൽ 3 മൈനസ് 3 0 എന്ന് വരും അല്ലേ? അപ്പോൾ എഫ് ഓഫ് 3 എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 3 മൈനസ് 3 റൂട്ട് ഓഫ് 0 എന്ന് വരും. എഫ് എക്സിൻ്റെ വാല്യൂ 0. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എഫ് എക്സ് 0 വരും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയാലോ? എക്സ് 3യേക്കാൾ കൂടുതലായാലോ? എക്സ് 3യേക്കാൾ കൂടുതലായാൽ 3യേക്കാൾ കൂടിയ വാല്യൂവിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ, റൂട്ട് ഓഫ് എ പോസിറ്റീവ് വാല്യൂ. ഒരു നമ്പറിൻ്റെ റൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പറിന് 2 റൂട്ടുണ്ട് എന്ന്, പ്ലസും മൈനസും. പക്ഷേ നമ്മളിവിടെ പ്ലസ് മാത്രമേ എടുക്കൂ, കാരണം ഒരു എലമെൻറ്റിന് ഒരു ഇമേജേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എഫ് ഓഫ് 7 എടുക്കുകയാണ്. എഫ് ഓഫ് 7 എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 7 മൈനസ് 3, 7 മൈനസ് 3 4 ആണ്, റൂട്ട് 4 എന്ന് വരും. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ +2 -2 ഉണ്ട്. പക്ഷേ 2 കൂടി എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, എഫ് ഓഫ് 7 ഇസ് ഈക്വൽ ടു +or-2 എന്ന് വന്നാലുള്ള കുഴപ്പം, ഒരു എലമെൻറ്റിന് 2 ഇമേജ് ആവും. അങ്ങനെ 2 ഇമേജ് പാടില്ലല്ലോ, ഒരു ഇമേജേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാവൂ. നമ്മൾ പോസിറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് 7 ഇസ് ഈക്വൽ ടു 2 എന്നെടുക്കുന്നു. അപ്പോൾ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി, നെഗറ്റീവ് വാല്യൂ എടുക്കേണ്ടതില്ല. കാരണം നെഗറ്റീവ് വാല്യൂ എടുത്താൽ ഉണ്ടാവുന്ന കുഴപ്പം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എടുക്കുമ്പോൾ +or- എന്ന് പറഞ്ഞ് 2 വാല്യൂ കൂടി പരിഗണിച്ചാൽ ഒരു എലമെൻറ്റിന് ഒന്നിലധികം ഇമേജ് വരികയും അത് ഫംഗ്ഷൻ അല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസിനെ ഒഴിവാക്കുകയാണ്, പോസിറ്റീവ് വാല്യൂസ് മാത്രം, അതോടൊപ്പം 0യും കൂടി പരിഗണിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡൊമൈൻ 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. നമ്മൾ 3 കൊടുത്താൽ, എക്സിന് 3 കൊടുത്താൽ എഫ് എക്സ് റൂട്ട് ഓഫ് 3 മൈനസ് 3 റൂട്ട് ഓഫ് 0 എന്നാവും. എക്സ് 3 വന്നാൽ എഫ് എക്സ് 0 ആകും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 വന്നാൽ, എക്സ് 3യേക്കാൾ കൂടുതലായാൽ അത് 3യേക്കാൾ വലിയ നമ്പറിൽ നിന്ന് 3 കുറയ്ക്കുന്നു, അതൊരു പോസിറ്റീവ് നമ്പറാണ്, അതിൻ്റെ റൂട്ട് എടുക്കുന്നു.
ആ റൂട്ടും പോസിറ്റീവ് തന്നെ എടുക്കുന്നു, നെഗറ്റീവ് റൂട്ട് വാല്യൂ എടുക്കുന്നില്ല, പോസിറ്റീവ് വാല്യൂ തന്നെ എടുക്കുന്നു. അപ്പോൾ എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകും. അപ്പോൾ നോക്കിക്കേ, ഡൊമൈൻ 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഡൊമൈൻ മീൻസ് എക്സിൻ്റെ വാല്യൂസ് 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. എക്സിന് 3 കൊടുത്താൽ എഫ് എക്സ് 0 കിട്ടും. എക്സിന് 3യേക്കാൾ വലിയ വാല്യൂ കൊടുത്താൽ എഫ് എക്സ് 0യേക്കാൾ വലുതാവും. അപ്പോൾ എക്സ് 3 മുതൽ ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ എഫ് എക്സിന് എന്ത് സംഭവിക്കും? 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകും. എക്സ് 3 മുതൽ ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ എഫ് എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയുമ്പോൾ 0യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സുമാണ്. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂസായി കിട്ടുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റും 0യുമാണ്. അതിൻ്റെ റേഞ്ചിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ആർ പ്ലസ് മീൻസ് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് യൂണിയൻ സെറ്റ് 0, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനോടൊപ്പം 0 കൂടി ചേർക്കുന്നു. അതല്ല എങ്കിൽ ഇതുപോലെ എഴുതിയാലും മതി: ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി. ലെഫ്റ്റ് ക്ലോസ്ഡ് മീൻസ് 0 ഉൾപ്പെടുന്നുണ്ട്, മുതൽ അവിടെ വരെ ഇൻഫിനിറ്റി വരെ, അങ്ങനെയും എഴുതാം. രണ്ട് രീതിയിലും എഴുതാം. അടുത്തത്, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 മൈനസ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സിൻ്റെ 5 മൈനസ് എക്സ് അതാണ്. ഇവിടെ എക്സ് 5നേക്കാൾ കൂടിയാൽ പറ്റുന്ന കുഴപ്പം 5 മൈനസ് 5നേക്കാൾ വലിയൊരു നമ്പർ നെഗറ്റീവ് ആവും. അപ്പോൾ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ വരും. റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ എഫ് എക്സ് ഡിഫൈൻ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ എക്സ് 5നേക്കാൾ കൂടുതലാകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ആയിരിക്കണം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം. എക്സ് 5ഓ 5നേക്കാൾ കുറവോ. അപ്പോൾ ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 5, 5 മൈനസ് എക്സ് ഈസ് നെഗറ്റീവ്. ആൻഡ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 മൈനസ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ എഫ് എക്സ് എപ്പോഴാണ് ഡിഫൈൻഡ് ആവുക? എഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആകുമ്പോൾ മാത്രം. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഡൊമൈനിൽ എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5ഉം 5നേക്കാൾ ചെറുതുമായ നമ്പേഴ്സ്. 5നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 5ൻ്റെ ലെഫ്റ്റിലോട്ട് ഇനി പോരും എല്ലാ റിയൽ നമ്പേഴ്സും. ഇനിയർ മാത്രമല്ല, ഇനി പോയി 4 3 2 1 0 ഇങ്ങനെ പോയി -1 -2 -3 അങ്ങനെ മൈനസ് ഇൻഫിനിറ്റി വരെ. വേറെ രീതിയിൽ പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 5 വരെ, 5ഉം കൂടി ഉൾപ്പെടുത്താം. മൈനസ് ഇൻഫിനിറ്റി മുതൽ 5 വരെയുള്ള നമ്പേഴ്സാണ് അവിടെ വരിക, എക്സിന് വരിക. 5ൽ കൂടാൻ പാടില്ല. 5ൽ കൂടിയാൽ 5 മൈനസ് 5നേക്കാൾ കൂടിയ നമ്പർ അത് നെഗറ്റീവായി പോവുകയും എഫ് എക്സ് ഡിഫൈൻഡ് ആവാതെ വരികയും ചെയ്യും. അതാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5, 5 മൈനസ് എക്സ് ഈസ് നെഗറ്റീവ് ആൻഡ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 മൈനസ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ എഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഓൺലി ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി 5 റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. മൈനസ് ഇൻഫിനിറ്റി 5 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 5 വരെ. ഇനി റേഞ്ച് കാണാനായിട്ട് നമ്മൾ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ 5 ആയിരിക്കണം അല്ലെങ്കിൽ 5ൽ കുറവായിരിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ വാല്യൂസാണ്. എന്താ സംഭവിക്കുക നോക്കാം. എക്സ് 5 ആയാൽ എഫ് എക്സ് 5 മൈനസ് 5 എന്ന് വരും, അത് 0 ആവും. എഫ് എക്സ് ഇസിക്കൽ 0 വരും. അപ്പോൾ എക്സ് 5 വന്നാൽ എഫ് എക്സ് 0 വരും. ഇനി എക്സ് 5നേക്കാൾ കുറഞ്ഞാൽ, എക്സ് 5നേക്കാൾ കുറഞ്ഞാൽ 5 മൈനസ് 5നേക്കാളും കുറഞ്ഞൊരു വാല്യൂ, തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 5ൽ നിന്നും 5 മൈനസ് 5നേക്കാൾ കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ റൂട്ട് എടുക്കുകയാണ്. റൂട്ട് എടുക്കുമ്പോൾ വീണ്ടും പോസിറ്റീവ് വാല്യൂ തന്നെ എടുക്കണം, നെഗറ്റീവ് എടുക്കേണ്ട കാര്യം പറഞ്ഞു. നെഗറ്റീവ് എടുത്താൽ രണ്ട് ഇമേജുകൾ വരും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ് 5 ആയാൽ എഫ് എക്സ് 0 ആയിരിക്കും. എക്സ് 5നേക്കാൾ കുറഞ്ഞാൽ എഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഒന്നുകൂടി, ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 5 വരെയാണ് എന്ന് പറഞ്ഞാൽ 5ഉം 5നേക്കാൾ കുറഞ്ഞ വാല്യൂസുമാണ്. എക്സ് 5 വന്നാൽ എഫ് എക്സ് 0 വരും. എക്സ് ലെസ് ദാൻ 5 ആയാൽ, 5നേക്കാൾ കുറവായാൽ എഫ് എക്സ് പോസിറ്റീവ് ആവും, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 ആകും. അപ്പോൾ എഫ് എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? 0യും വരാം, ഗ്രേറ്റർ ദാൻ 0യും വരാം. എന്ന് പറഞ്ഞാൽ 0യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സും. അപ്പോൾ നമുക്ക് റേഞ്ചിനെ ഇങ്ങനെ എഴുതാം: ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0, അല്ലെങ്കിൽ നേരത്തെ എഴുതിയതുപോലെ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും മതിയാവും. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കണം, എപ്പോഴാണ് എഫ് എക്സ് ഡിഫൈൻഡ് ആവുക? നമുക്ക് ഡൊമൈനും റേഞ്ചും കാണാം, രണ്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഡൊമൈൻ എക്സിൻ്റെ വാല്യൂസിൻ്റെ സെറ്റും റേഞ്ച് എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റുമാണ്. എപ്പോഴാണ് എഫ് എക്സ് ഡിഫൈൻഡ് ആവണം? എഫ് എക്സ് ഡിഫൈൻഡ് ആണെങ്കിൽ ഈ റൂട്ടിനകത്തുള്ള നമ്പർ പോസിറ്റീവോ 0യോ വരണം. റൂട്ടിനകത്തുള്ള നമ്പർ മീൻസ് 9 മൈനസ് എക്സ് സ്ക്വയർ, അത് ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
ഇക്വേഷനിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇനിക്വാളിറ്റിയിൽ ഇപ്പം കൊണ്ടുവരാം. മൈനസ് എക്സ് സ്ക്വയർ ജനറേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആവും. അപ്പോൾ 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. തിരിച്ചു പറഞ്ഞാൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. എപ്പോഴാണ് എക്സ് സ്ക്വയർ 9-നേക്കാൾ കുറവ് വരിക? എക്സ് 0ക്കും 3ക്കും ഇടയ്ക്ക് വന്നാൽ എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9-നേക്കാൾ കുറവായിരിക്കും. അതുമാത്രമല്ല, എക്സ് -3ക്കും 0ക്കും ഇടയ്ക്ക് വന്നാൽ അപ്പോഴും എക്സ് സ്ക്വയർ 9-നേക്കാൾ കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -3ക്കും +3ക്കും ഇടയ്ക്ക് വരുമ്പോഴാണ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആകുന്നത്. എക്സിൻ്റെ വാല്യൂ -3ക്കും +3ക്കും ഇടയ്ക്ക് വരുമ്പോഴാണ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആവുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 മീൻസ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെയാണ്? ബിറ്റ്വീൻ -3 ആൻഡ് 3. -3യും ആകാം 3യും ലെസ് ദാൻ ഓർ ഈക്വൽ. അപ്പോൾ -3 ആകാം +3 ആകാം, ഇതിനിടയ്ക്കാകാം. വേറെ രീതിയിൽ പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 എന്ന് പറയാം. അപ്പം ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 ആണ്. ഇനി റേഞ്ച് കാണാൻ നമുക്ക് ഈ ഡൊമൈനിനെ, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 എന്ന് പറയുന്ന ഡൊമൈനിനെ നമുക്ക് രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് -3 മുതൽ 0 വരെ, മറ്റൊന്ന് 0 മുതൽ 3 വരെ. അത് 0യെ തൽക്കാലം മാറ്റി നിർത്തുക, ബാക്കി രണ്ടും എടുത്താൽ -3ക്കും 0ക്കും ഇടയ്ക്ക്, അതുപോലെ 0ക്കും 3ക്കും ഇടയ്ക്ക്. നമുക്കറിയാം നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ പോസിറ്റീവാണ്. ഇപ്പം -3ക്കും 0ക്കും ഇടയ്ക്കുള്ള നമ്പറുകൾ സ്ക്വയർ ചെയ്യുന്നു. അതേ എഫക്റ്റ് തന്നെയാണ് 0ക്കും 3ക്കും ഇടയ്ക്കുള്ള നമ്പർ സ്ക്വയർ ചെയ്താലും. കാരണം ഇപ്പോൾ -2ൻ്റെ സ്ക്വയറും 4 ആണ്, 2ൻ്റെ സ്ക്വയറും 4 ആണ്. -1ൻ്റെ സ്ക്വയർ 1 ആണ്, 1ൻ്റെ സ്ക്വയറും 1 ആണ്. അപ്പം 0ക്കും 3ക്കും ഇടയ്ക്കുള്ള നമ്പറുകൾ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വാല്യൂസ് തന്നെയാണ് -3ക്കും 0ക്കും ഇടയ്ക്കുള്ള നമ്പറുകൾ സ്ക്വയർ ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് 0ക്കും 3ക്കും ഇടയ്ക്കുള്ള മാത്രം നോക്കിയാൽ മതി, അല്ലേ? പോസിറ്റീവ് വാല്യൂസ് മാത്രം, 0യും പോസിറ്റീവ് വാല്യൂസും മാത്രം വെച്ച് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ നോക്കാം. എക്സിന് 0 വന്നാൽ എന്താ സംഭവിക്കുക? ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 എന്ന് പറഞ്ഞു. അപ്പോൾ -3ക്കും 3ക്കും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ -3 മുതൽ 0 വരെ, -3ക്കും 0ക്കും ഇടയ്ക്കാകാം, 0 ആകാം, 0ക്കും 3ക്കും ഇടയ്ക്കാകാം. അതിൽ -3ക്കും 0ക്കും ഇടയ്ക്കുള്ള വാല്യൂ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം സ്ക്വയർ എടുക്കുമ്പോൾ അത് 0ക്കും 3ക്കും ഇടയ്ക്കുള്ളത് പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് കേസ് നോക്കിയാൽ മതി. എക്സ് 0 ആവുന്ന കേസും എക്സ് 0ക്കും 3ക്കും ഇടയ്ക്ക് വരുന്ന കേസും. എക്സ് 0 ആയാൽ എഫ് എക്സിന് എന്ത് പറ്റും? എഫ് എക്സ് = √9 - x സ്ക്വയർ. എക്സ് 0 ആയാൽ ഇവിടെ 9 - 0 സ്ക്വയർ എന്ന് വരും. അത് 9 - 0 എന്നാവും, √9 ആവും, അത് 3 ആവും. ഞാൻ നേരത്തെ പറഞ്ഞതാണ് √9 ± 3 എന്നാണ്. പക്ഷെ അത് എടുക്കാത്തതിൻ്റെ കാരണം, അങ്ങനെ എടുത്താൽ എഫ് എക്സ് = ±3. ഒരു എലമെൻറ്റിന് 2 ഇമേജ് വരും, അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒറ്റ ഇമേജ് മതി. അതുകൊണ്ട് റൂട്ടിന് നെഗറ്റീവ് വാല്യൂ എടുക്കില്ല, പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് 3 എടുക്കും. അപ്പോൾ എക്സ് 0 വന്നാൽ എഫ് എക്സ് √9 - x സ്ക്വയർ എന്ന് പറയുന്നത് 9 - 0 എന്നാവും. അപ്പോൾ √9 - 0 √9 ആവും, 3 ആവും. എന്നാൽ എക്സ് 3 വന്നാൽ എഫ് എക്സിന് എന്താ പറ്റുക? എക്സ് 3 വന്നാൽ മാത്രമല്ല, -3 വന്നാലും ഇത് തന്നെ സംഭവിക്കുക. എന്താ പറ്റുക? 3 സ്ക്വയറും 9 ആണ്, -3 സ്ക്വയറും 9 ആണ്. അപ്പോൾ എഫ് എക്സ് 9 - 9 0 എന്ന് വരും. അപ്പോൾ ഒന്ന് നോക്കുക, എക്സ് 0 വന്നാൽ എഫ് എക്സ് 3 വരും, എക്സ് 9 വന്നാൽ എഫ് എക്സ് എക്സ് 0 വന്നാൽ എഫ് എക്സ് 3 വരും, എക്സ് 3 വന്നാൽ എഫ് എക്സ് 0 വരും. അപ്പോൾ എന്താണ് എഫ് എക്സിന് സംഭവിക്കുക? എഫ് എക്സിൻ്റെ വാല്യൂ 0ക്കും 3ക്കും ഇടയ്ക്ക് തന്നെ നിൽക്കും, അല്ലേ? എഫ് എക്സിൻ്റെ വാല്യൂ എവിടെ നിൽക്കും? 0ക്കും 3ക്കും ഇടയ്ക്കേ നിൽക്കുള്ളൂ, മറ്റൊന്നും വരില്ല. കാരണം എക്സ് 0 ആയാൽ 9 - 0 √9, √9 3 ആണ്. എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് വന്ന് എക്സ് 3 എത്തുമ്പോഴേക്കും എഫ് എക്സ് എന്താവും? 9 - 9 സ്ക്വയർ √0, അത് 0 ആകും. ഈ 0ക്കും 3ക്കും ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യം തന്നെ -3ക്കും 0ക്കും ഇടയ്ക്കും സംഭവിക്കും. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ 0ക്കും 3ക്കും ഇടയ്ക്കായിരിക്കും. അതായത് 0 <= എഫ് എക്സ് <= 3 ആണ്. അപ്പോൾ റേഞ്ച് എന്ത് വരും? റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3 എന്ന് വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എഴുതാവുന്നതേ ഉള്ളൂ. എഫ് എക്സ് √9 - x സ്ക്വയർ, അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 ആണ്. 3 എന്ന് പറയുന്നത് 9ൻ്റെ റൂട്ടാണ്. √9 - x സ്ക്വയർ √9 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 എന്നാണ് ഡൊമൈൻ.
ദറ്റ് മീൻസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -√9 പ്ലസ് √9 ഇപ്പോൾ √16 - x² എന്നായിരുന്നെങ്കിൽ ഡൊമൈൻ വരിക ക്ലോസ്ഡ് ഇൻ്റർവെൽ -√16 പ്ലസ് √16, ദറ്റ് ഈസ് മൈനസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -4 എന്ന് വരും. ഇപ്പോൾ √7 - x² എന്നായിരുന്നെങ്കിൽ ഡൊമൈൻ വരാൻ പോകുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ -√7 പ്ലസ് √7 ഇടയ്ക്കായിട്ട് വന്നേനെ. ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കും. അതുപോലെ റേഞ്ച് വന്നിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-3 0-3 എന്ന് പറഞ്ഞാൽ √9. അപ്പോൾ 0ക്ക് √9 ഇടയ്ക്കാണ് റേഞ്ച് വരുന്നത്. ഈ ഒരു സങ്കല്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ഒന്നും ആവശ്യമില്ല. ഈ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് എഴുതിയത് നമുക്ക് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3-3 റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-3. അതേ രീതിയിൽ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) √25 - x². അതുപോലെ ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) √7 - x². അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) √x² - 9. അവിടെ f(x) ഡിഫൈൻഡ് ആവുന്നത് എപ്പോഴാണ്? റൂട്ടിനകത്ത് x² - 9. അപ്പോൾ x² - 9 ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് വരണം. അപ്പോൾ f(x) is defined only if x² - 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം അത് നെഗറ്റീവ് വന്നാൽ പോയി. നെഗറ്റീവ് വന്നാൽ റൂട്ടിൻ ഓഫ് നെഗറ്റീവ് നമ്പർ വരികയും f(x) ഡിഫൈൻഡ് അല്ലാതാവുകയും ചെയ്യും. അപ്പോൾ x² - 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നാലേ f(x) ഡിഫൈൻഡ് ആവുകയുള്ളൂ. അത് വരണമെങ്കിലോ ഈ -9 ഇപ്പുറത്തേക്ക് മാറ്റിയാൽ x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. x²ൻ്റെ വാല്യൂ മോർ ദാൻ ഓർ ഈക്വൽ ടു 9 ആവണം. അവിടെ ചിന്തിക്കണം, എപ്പോഴാണ് എക്സിൻ്റെ സ്ക്വയർ 9 ആവുന്നത്? x3 വന്നാൽ x² 9 ആവും. x-3 വന്നാലും x² 9 ആവും. അപ്പോൾ x² എപ്പോഴാണ് 9നേക്കാൾ കൂടുന്നത്? x² 9നേക്കാൾ കൂടണമെങ്കിൽ ഒന്നുകിൽ x3യേക്കാൾ കൂടുതലായിരിക്കണം. ഇപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 3² 9, 3.5ൻ്റെ സ്ക്വയർ എടുത്താൽ 9നേക്കാൾ കൂടുതലായിരിക്കും. 3യേക്കാൾ വലിയ നമ്പറുകളുടെ എല്ലാം സ്ക്വയർ 9നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ മാത്രമല്ല x-3 വന്നാൽ x² 9. -3യേക്കാൾ ചെറിയ നമ്പറുകൾക്കും x² എടുത്താൽ മോർ ദാൻ 9 ആയിരിക്കും. ഇപ്പോൾ 3യേക്കാൾ കൂടുമ്പോഴും -3യേക്കാൾ കുറയുമ്പോഴും x² ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കും. 3യോ -3യോ വരുമ്പോൾ x² 9 ആവും. x3 വന്നാലും x-3 വന്നാലും x² 9 ആവും. എന്നാൽ x ഗ്രേറ്റർ ദാൻ 3യോ ലെസ് ദാനോ -3യോ വന്നാൽ x² 9നേക്കാളും കൂടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ ആയിരിക്കണം? ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആയിരിക്കണം. നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇവിടെ നോക്കിയേ, കണ്ടോ? നമ്പർ ലൈൻ വരച്ചാൽ നമ്മൾ സാധാരണ 0 മാർക്ക് ചെയ്യും. റൈറ്റിലോട്ട് 1, 2, 3 പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സും. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 3യിൽ തുടങ്ങി അങ്ങ് റൈറ്റിലോട്ട് പോകും, അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. നമുക്കതിനെ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി എന്ന് പറയും. കാരണം 3യിൽ തുടങ്ങി ഇൻഫിനിറ്റി വരെ പോകുകയാണ്. അതുകൊണ്ട് അതിനെ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി എന്ന് പറയാം. അല്ലെങ്കിലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആണ്. ദാറ്റ് മീൻസ് -3യേക്കാളും കുറവാണ്. -3യേക്കാൾ കുറവെന്ന് പറയുമ്പോൾ -3 നിങ്ങൾ പോയി -ഇൻഫിനിറ്റി വരെ. വേറെ രീതിയിൽ പറഞ്ഞാൽ -ഇൻഫിനിറ്റി മുതൽ -3 വരെ. ദാറ്റ് മീൻസ് ഇൻ്റർവെൽ -ഇൻഫിനിറ്റി -3 എന്ന് വരും. അത് റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -ഇൻഫിനിറ്റി -3. ഇത് രണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക? എക്സിൻ്റെ വാല്യൂ വരിക ഇങ്ങനെയാണ്. ഒന്നുകിൽ -ഇൻഫിനിറ്റി 3 അല്ലെങ്കിൽ -ഇൻഫിനിറ്റി ടു -3. അത് ലെഫ്റ്റ് റൈറ്റ് ക്ലോസ്ഡ് ആണ്, കാരണം -3 ഉൾപ്പെടുന്നുണ്ട്. അതല്ല എങ്കിൽ 3 മുതൽ ഇൻഫിനിറ്റി വരെ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി രണ്ടും കൂടി ചേരുന്നതാണ്. അതുകൊണ്ടാണ് യൂണിയൻ എഴുതിയത്. -ഇൻഫിനിറ്റി -3 എന്ന ഇൻ്റർവെല്ലും 3 ഇൻഫിനിറ്റി എന്ന ഇൻ്റർവെല്ലും കൂടി ചേരുന്നത്. ഈ രണ്ട് ഇൻ്റർവെൽ -ഇൻഫിനിറ്റി മുതൽ -3 വരെ, -3 ഉൾപ്പെടെ, അതോടൊപ്പം 3 മുതൽ ഇൻഫിനിറ്റി വരെ 3 ഉൾപ്പെടെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയനാണ് ഡൊമൈൻ. മറ്റൊരു രീതിയിൽ നമുക്കിതിനെ പറയാം, -ഇൻഫിനിറ്റി മുതൽ -3 വരെയും പിന്നെ 3 മുതൽ ഇൻഫിനിറ്റി വരെയും എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരാത്തത് ഏതാ? -3ക്കും +3ക്കും ഇടയ്ക്കുള്ള ഇതിനിടയ്ക്കുള്ള -3യുടെയും +3യുടെയും ഇടയ്ക്ക് വരുന്ന ഓപ്പൺ ഇൻ്റർവെൽ -3, 3ക്ക് ഇടയ്ക്ക് വരുന്ന ഭാഗമാണ് ഒഴിവായി പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്താൽ അതിൽ നിന്ന് -3, 3 എന്ന ഓപ്പൺ ഇൻ്റർവെൽ ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും എക്സിന് വരാം. ദാറ്റ് മീൻസ് ഡൊമൈന് വരാം. ഏതാണ്? റിയൽ നമ്പേഴ്സിൽ നിന്ന് -3യും +3ക്കും ഇടയ്ക്കുള്ള ഭാഗം, ഇത്രയും ഭാഗം ആ ഓപ്പൺ ഇൻ്റർവെലാണ്. അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം എക്സിന് വാല്യൂ ആയിട്ട് വരാം. അതിൻ്റെ ഡൊമൈനെ നമുക്ക് അങ്ങനെയും എഴുതാം. എങ്ങനെയാണ്?
ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 3 3 രണ്ടും ഒന്ന് തന്നെയാണ്. ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ ആറിൽ നിന്ന് മൈനസ് 3യുടെയും പ്ലസ് 3യുടെ ഇടയ്ക്കുള്ള ഭാഗം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 മുതൽ ഇൻഫിനിറ്റി വരെയും മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 3 വരെയും മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 3 വരെയും 3 മുതൽ ഇൻഫിനിറ്റി വരെയും എന്ന് പറഞ്ഞാൽ മൈനസ് 3ക്കും 3ക്കും ഇടയ്ക്കുള്ളത് ഇല്ല എന്നാണ്. അപ്പോൾ ഇൻ്റർവെൽ റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 3 യൂണിയൻ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി എന്ന് പറയാം. അതല്ല എങ്കിൽ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 3 3 എന്നും പറയാം. എന്തിനാ? ഡൊമൈനിനെ. ഡൊമൈൻ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഡൊമൈനിനെ പറയാം. ഇനി റേഞ്ച് എങ്ങനെ ഇരിക്കും നോക്കാം. റേഞ്ച് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കുക. എഫ് എക്സ് ഇസിക്കൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9 ആണ്. എക്സ് 3 വന്നാൽ 3 സ്ക്വയർ 9 ആവും. 9 മൈനസ് 9 എഫ് എക്സ് 0 ആവും. എക്സ് മൈനസ് 3 വന്നാലും എഫ് എക്സ് 0 തന്നെയാവും. കണ്ടോ, ഇഫ് എക്സ് ഇസിക്കൽ 3 ഓർ മൈനസ് 3 വി ഹാവ് എഫ് എക്സ് ഇസിക്കൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9 0. ഇനി എക്സ് 3യേക്കാൾ കൂടുതൽ വന്നാലോ മൈനസ് 3യേക്കാൾ കുറവ് വന്നാലോ ഈ രണ്ട് കേസിലും എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ 9നേക്കാൾ കൂടുതൽ, 9നേക്കാൾ കൂടിയ നമ്പർ ഇത് 9 മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും. റൂട്ട് ഓഫ് എ പോസിറ്റീവ് നമ്പർ അത് പോസിറ്റീവ് ആകും. അപ്പോൾ എഫ് എക്സ് പോസിറ്റീവ് ആകും. അപ്പോൾ എക്സ് 3യോ മൈനസ് 3യോ വന്നാൽ എഫ് എക്സ് 0 ആവും. എന്നാൽ എക്സ് ഗ്രേറ്റർ ദാൻ 3യോ ലെസ് ദാൻ 3യോ മൈനസ് 3യോ വന്നാൽ എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകും. അപ്പോൾ എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ വരാം? 0യും വരാം, പോസിറ്റീവ് വാല്യൂസും വരാം. അതാണ് ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0 എന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി എന്നോ എഴുതാം. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഇതേ രീതിയിൽ അടുത്ത രണ്ട് ചോദ്യങ്ങൾ ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് എക്സ് ഇസിക്കൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 16ഉം ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് എക്സ് ഇസിക്കൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8ഉം ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ച് കാണുന്ന പ്രോബ്ലം നിർത്തുകയാണ്. 18 പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു. ഇത്രയും പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇത്തിരി ചിന്തിക്കാനുണ്ടെന്നുള്ളതാണ്. കുറേ സ്റ്റെപ്പ് എഴുതി പോവുക എന്നുള്ളതല്ല, കുറച്ചധികം ചിന്തിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ ആൻസർ പറയാൻ കഴിയുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ തന്നാലും ഇതുപോലെ ഡൊമൈനും റേഞ്ചും കാണാൻ പറ്റും. ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കണം. എന്തൊക്കെ വാല്യൂ എക്സിന് കൊടുക്കാം, എന്തൊക്കെ കൊടുത്താൽ എക്സ് ഡിഫൈൻഡ് ആവും, അങ്ങനെ ചിന്തിക്കണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കണം. കൊടുക്കാൻ പറ്റൂല്ലാത്ത വാല്യൂവിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റാത്ത വാല്യൂവിനെ അങ്ങ് ഒഴിവാക്കിയാൽ ഡൊമൈനായി. അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിൻ്റെ സെറ്റ് എഴുതിയാൽ ഡൊമൈനായി. എക്സ് വാല്യൂസ് ആണ് ഞാൻ പറഞ്ഞത്. എക്സിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നോക്കിയിട്ട് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വാല്യൂസിനെ കളയുമ്പോൾ അത് ഡൊമൈനായി. റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് എക്സിന് കിട്ടുന്ന വാല്യൂസ്, എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ കിട്ടും എന്ന് നോക്കണം. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ചില സന്ദർഭങ്ങളിൽ എഫ് എക്സിന് ഒന്നിലധികം വാല്യൂ കിട്ടും. ഈ റൂട്ടൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വാല്യൂ എടുക്കാവൂ. കാരണം എക്സിന് ഒരു എക്സ് എടുത്താൽ അതിൻ്റെ ഇമേജ് എഫ് എക്സ് ഒന്നേ പാടുള്ളൂ. ഒരു എലമെൻറ്റിന് ഒന്ന് ഇമേജേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഇമേജ് വന്നാൽ എടുക്കാൻ പാടില്ല. ഈ റൂട്ടൊക്കെ വരുന്ന കേസിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. റൂട്ട് 9 എന്ന് വന്നാൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് 3 എടുക്കില്ല, 3 മാത്രമേ എടുക്കൂ. അപ്പോൾ നമ്മൾ റേഞ്ചിൽ നിന്ന് ആ നെഗറ്റീവ് നമ്പേഴ്സിനെ ഒഴിവാക്കി കളയും. കാരണം അതും കൂടി ഉൾപ്പെടുത്തിയ പ്രശ്നം എന്താ പ്രശ്നം? അതുകൂടി ഉൾപ്പെടുത്തിയ ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ആവുകയും അത് ഫംഗ്ഷൻ അല്ലാതായി പോവുകയും ചെയ്യും. ഇതാണ് ഇതിനകത്ത് ചിന്തിക്കാനുള്ള കാര്യം. നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ഡൊമൈൻ റേഞ്ച് ചോദിക്കും. കാര്യം വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാം. സ്റ്റെപ്പുകൾ പോലും ആവശ്യമില്ല. ഞാനിപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ വിശദമായിട്ട് എഴുതിയാണ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്ത് ഡൊമൈൻ ഇന്നതാണ്, റേഞ്ച് ഇന്നതാണെന്ന് എഴുതിയാൽ മാർക്ക് 2 കിട്ടുകയാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുകയാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള സെക്ഷനാണെന്ന് മാത്രമല്ല, അങ്ങോട്ട് നമുക്കിനി പലയിടത്തും ആവശ്യം വരുന്നുണ്ട് ഈ ഡൊമൈനും റേഞ്ചിൻ്റെയൊക്കെ കാര്യങ്ങൾ. ആ പ്രാധാന്യത്തോടു കൂടി ഇത് നന്നായിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.